അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, അതായത് നിങ്ങൾക്കൊരു ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്കൊരു ഇത്ര തുക, അതായത് ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ എത്ര രൂപയായിക്കോട്ടെ, എത്ര കോടിക്കണക്കിന് രൂപയായിക്കോട്ടെ, നിങ്ങൾക്ക് ആ പണം കിട്ടണം. അത് എവിടെയെന്ന് കിട്ടും, ആരോട് ചോദിക്കും, എന്താണ് അതിനൊരു പരിഹാര മാർഗം എന്നൊന്നും നിങ്ങൾക്കറിയില്ല. അതുപോലെ ചില ആളുകൾക്കൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അവർ ബാങ്കിൽ അവരുടെ ആധാരം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വർണം പണയത്തിൽ വെച്ചിട്ടോ അത് പുതുക്കാനായിട്ടുണ്ടാകും. അതിൻ്റെ പലിശ അടക്കാൻ കഴിയാതെ അത് ലേലം വിളിക്കുന്ന ഡേറ്റിലേക്ക് എത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ വീടൊക്കെയാണെങ്കിൽ അത് ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും. എന്നാൽ അവരോട് ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ടാകും, ഇന്ന ഡേറ്റിൽ നിങ്ങൾ ഈ പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വർണം ഞങ്ങൾ ലേലം ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഞങ്ങൾ ജപ്തി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപയായിരിക്കും അടയ്ക്കേണ്ടത്. എന്നാൽ അത് എങ്ങനെയാണ് അടക്കുക എന്ന് യാതൊരു മാർഗവും ഉണ്ടാകില്ല. അതിനൊരു പരിഹാരം എന്താണ് എന്നോർത്ത് പ്രയാസപ്പെടുന്നവരുണ്ടാകും. അതുപോലെ പലരുടെയും ജീവിതത്തിൽ വരുന്ന വലിയൊരു സാമ്പത്തിക പ്രയാസമാണ്, പണത്തിന് ആവശ്യം വരുന്നൊരു സംഭവമാണ്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു രോഗം വന്നു. ആ രോഗം ചികിത്സിക്കാനായിട്ട് പിടുന്നനെ ഒരു സർജറി വേണം, ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുകയാണ്. ഈ സർജറി നിങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി നഷ്ടപ്പെട്ടേക്കാം, മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ഡോക്ടർ പറയുകയാണ്. ആ സമയത്ത് നമ്മൾ ഡോക്ടറോട് ചോദിക്കും, എത്ര പണം വരും ഈ സർജറി ചെയ്യാൻ എന്ന്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ആ ഡോക്ടർ നമ്മോട് ഈ സർജറി ചെയ്യാനുള്ള ചിലവ് പറയുകയാണെങ്കിൽ, ആ സമയത്ത് സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് ആ ലക്ഷക്കണക്കിന് രൂപ പണം ആ ഹോസ്പിറ്റലിൽ അടക്കുക എന്നുള്ളത്. ഈ പണം നമ്മൾ നിർബന്ധമായിട്ടും ആ സമയത്ത് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരുമായിക്കോട്ടെ അവർ നഷ്ടമായേക്കാം. അതുകൊണ്ട് തന്നെ പല ആളുകളും കടം വാങ്ങാൻ നിർബന്ധിതരാകും. കടം വാങ്ങുകയാണെങ്കിലും ആരാണ് നമുക്ക് കടം തരുക? നമ്മുടെ അടുത്ത് സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്കമാണെങ്കിൽ അത് നമുക്ക് തിരികെ കൊടുക്കാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമുക്ക് കടം തരില്ല. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം ബാങ്കിൽ വെക്കുക എന്നുള്ളത്. അത് ബാങ്കിൽ വെച്ച് നമ്മൾ പണം വാങ്ങിയാലും പിന്നീട് ബാങ്കിൻ്റെ ആ പലിശ മാസാമാസം നമ്മൾ കറക്റ്റ് ചെയ്ത് അടച്ചില്ലെങ്കിൽ നമ്മൾ എത്രയാണോ തുക എടുത്തത് അതിൻ്റെ എത്രയോ ഇരട്ടി നമ്മൾ പിന്നീട് അടയ്ക്കേണ്ട അവസ്ഥയാകും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതൊക്കെയും വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അവരൊക്കെയും പിന്നീട് വലിയ കടക്കെണിയിൽ അകപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം തന്നെ തകർന്നു പോവുകയാണ്. ജീവിതത്തിലുള്ള എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ഏത് കാര്യങ്ങൾ കൊണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം വരുന്ന സമയത്ത്, പണം അത്യാവശ്യമായി വരുന്ന സമയത്ത്, ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു 3 ഇസ്മുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും, കോടിക്കണക്കിന് രൂപയുടെ പണം ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊരു പരിഹാരമാർഗം കാണിച്ചു തരും. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നൽകുന്നത് അള്ളാഹുവാണ്. എന്നാൽ ആ പ്രയാസങ്ങൾ നമ്മളിൽ നിന്നും എടുത്തു മാറ്റി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും അവനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റാർക്കും തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഇസ്മ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണും. അത് സാമ്പത്തികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളായിക്കോട്ടെ, അതൊക്കെയും നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈ ദിക്ർ ചൊല്ലിയിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഒരു മാസം മുമ്പ് എൻ്റെ സുഹൃത്തിന്, അവനൊരു സാമ്പത്തിക പ്രയാസം ഉള്ളവനാണ്, ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവനാണ്. കാരണം അവൻ്റെ വീട്ടിൽ അവനിക്ക് 6 പെങ്ങന്മാരും
ഇവൻ ഒരു ആങ്ങളയായിട്ട് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സുഖമില്ല. അവൻ്റെ വീട്ടിലെ ചിലവെല്ലാം നോക്കണം. അതുപോലെ ഈ പെങ്ങന്മാരുടെ കാര്യം, ഹോസ്പിറ്റലിലെ ചിലവുകൾ, കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം, ഇതെല്ലാം ഈ ഒരു മനുഷ്യൻ നോക്കണം. എന്നാൽ അവനിക്ക് ജോലി, അവൻ ബസ് ഡ്രൈവറാണ്. ബസ് ഡ്രൈവർമാർക്ക് ഒരു മാസത്തിൽ എത്ര ശമ്പളം കിട്ടും എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു വരുമാനം കൊണ്ട് വേണം അവൻ ഇത്രയും വലിയ ചിലവൊക്കെ നടത്താൻ. മാത്രമല്ല അവൻ്റെ നിത്യ ചിലവുകൾ ഇതെല്ലാം നടക്കണം. എന്നാൽ അതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് വലിയൊരു പരീക്ഷണം നൽകിയത്, വലിയൊരു സാമ്പത്തിക പരീക്ഷണം നൽകിയത്. അതായത് അവൻ്റെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. അതിന് 5 ലക്ഷം രൂപ വരെ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. അവൻ്റെ അടുത്താണെങ്കിലോ പണമില്ല. അവനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. അവനിക്ക് ഈ ബസ്സിൽ പോയിട്ട് കിട്ടിയിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ആ സമയത്താണ് ഇത്രയും വലിയൊരു ചിലവ് വന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവനിക്ക് ഫോൺ കോൾ ചെയ്യാറുണ്ട്. ഒരു ദിവസം അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഈ വിഷയങ്ങളെല്ലാം എന്നോട് അവതരിപ്പിച്ചു. ആ സമയത്ത് അവൻ്റെ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഞാൻ അവനോട് പറഞ്ഞു, നീ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട്, എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് അങ്ങ് തവക്കുലാക്കിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നീ ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് ഏറ്റെടുക്കുകയും അവൻ ആ പറഞ്ഞതുപോലെ ആ ദിക്റുകൾ ചൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അവൻ ഇവിടെ അടുത്ത് എനിക്ക് വിളിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് മാഷാ അല്ലാഹ് അവനിക്ക് ഹോസ്പിറ്റലിൽ അടക്കാനുള്ള ആ 5 ലക്ഷം രൂപ അവൻ്റെ കുടുംബത്തിലുള്ള അവൻ്റെ മൂത്താപ്പയുടെ മകൻ, അവർ വലിയ സമ്പന്നരാണ്. എന്നാൽ അവർ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ് ആ 5 ലക്ഷം രൂപ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അവൻ ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് ചൊല്ലിയത് കൊണ്ട്, ഞാൻ പറഞ്ഞതുപോലെ അവൻ ചൊല്ലി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊരു പരിഹാരമാർഗം കാണിച്ചു കൊടുത്തു. അവനിക്ക് കടം വാങ്ങേണ്ട അവസ്ഥ വന്നില്ല. മാത്രമല്ല അവർ പറയുന്നത്, ഇനി എന്ത് ചിലവുകൾ വന്നാലും, ഹോസ്പിറ്റലിലെ ചിലവുകൾ വന്നാലും നിങ്ങൾ എന്നെ അറിയിക്കണമെന്നാണ് അവൻ്റെ മൂത്താപ്പയുടെ മകൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ നിങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, നിങ്ങൾക്ക് കടങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റൽ ചിലവ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടെടുക്കുന്ന സമയത്ത്, ആ വീട് പണി പൂർത്തിയാക്കാൻ കയ്യിൽ പണമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത്, ഇങ്ങനെ തുടങ്ങിയ പണത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ 3 ദിക്റുകൾ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊരു പരിഹാര മാർഗം കാണും. ഇത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്തും ചൊല്ലാം. ഇതിനു വേണ്ടി നിങ്ങൾ ചൊല്ലേണ്ട ദിക്ർ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട വളരെ മഹത്വമേറിയ 3 ഇസ്മുകളാണ്. യാ ഫത്താഹു യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ. ഈ 3 ഇസ്മുകളാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. യാ ഫത്താഹു യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ. ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം ഒഴിവാക്കുന്നവർ ഈ ദിക്ർ ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നിസ്കരിക്കാതെ നമ്മൾ അള്ളാഹുവിനോട് ദിക്ർ ചൊല്ലിയിട്ടോ, സ്വലാത്ത് ചൊല്ലിയിട്ടോ, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടോ, എന്ത് തന്നെ ഓതിയിട്ട് ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് നിറവേറ്റിത്തരില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ 5 വക്ത് നിസ്കാരങ്ങളും അതിൻ്റെ യഥാസമയത്ത് നിങ്ങൾ നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് എല്ലാ 5 വക്തിലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ 3 ഇസ്മുകളും നിങ്ങൾ 33 പ്രാവശ്യം വീതം ചൊല്ലുക. അതായത് യാ ഫത്താഹു യാ അല്ലാ ഇത് 33 പ്രാവശ്യം ചൊല്ലുക. യാ റസാഖു യാ അല്ലാ ഇതും 33 പ്രാവശ്യം ചൊല്ലുക. യാ കരീമു യാ അല്ലാ ഇതും 33 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുക. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലാഹുവിനോട് പറയുക.
മാത്രമല്ല കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ ഈ ദിക്ർ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അതായത് കഴിയുമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് ഈ ഇസ്മ നിങ്ങൾ 3 ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതായത് യാ ഫത്താഹു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ, യാ കരീമു യാ അല്ലാ. ഇതിങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞു കൊടുത്ത ഈ ബസ് ഡ്രൈവർ ഉണ്ടല്ലോ, പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന് ഞാൻ ഈ ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം നിസ്കാര സമയം മാത്രമല്ല എല്ലാ സമയത്തും ധാരാളം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ബസ്സിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് ജോലി ചെയ്തു. അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, മീൻ മുറിക്കുന്ന സമയത്ത്, അലക്കുന്ന സമയത്ത്, മുറ്റം അടിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ സമയത്തൊക്കെ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങളുടെ എത്ര വലിയ സാമ്പത്തിക പ്രയാസമായിക്കോട്ടെ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ അതിനൊരു പരിഹാരം കാണുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രയാസം മാറിക്കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഈ ദിക്റുകൾ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ധാരാളം അധികരിപ്പിച്ചു കൊണ്ടേയിരുന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യും. മാത്രമല്ല രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകില്ല. ഇനി അഥവാ നിങ്ങൾക്ക് രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗം വളരെ വേഗത്തിൽ അല്ലാഹു അത് ശിഫയാക്കി തരും. അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങുന്നതിലെല്ലാം വിജയമുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലും, നിങ്ങൾ എന്തെല്ലാം മേഖലകളിൽ ഇടപഴകുന്നുണ്ടോ അതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുകയും വലിയ ഉന്നത വിജയം നൽകുകയും ചെയ്യും. ഒരിക്കലും നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റുകൾ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം നൽകും. ടെൻഷൻ നിങ്ങൾക്കുണ്ടാകില്ല. എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, കണ്ണേറിൽ നിന്നും, സിഹ്റിൽ നിന്നും, നാക്കേറിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. എപ്പോഴും അല്ലാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ഇസ്മുകൾ നിങ്ങൾ നിത്യവും പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാമ്പത്തിക പ്രയാസം മാറിക്കിട്ടാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ, സമ്പത്തിൽ ബറക്കത്ത് ആഗ്രഹിക്കുന്നവർ, ദാരിദ്ര്യമില്ലാത്ത സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹുവിൻ്റെ കാവൽ എപ്പോഴും ലഭിക്കാൻ, ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ, നിങ്ങൾ ഈ പറഞ്ഞു തന്ന ഈ ദിക്ർ നിങ്ങൾ പതിവാക്കുക. മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസം വളരെ വേഗത്തിൽ മാറിക്കിട്ടാൻ നിങ്ങൾ എല്ലാ ദിവസവും 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 33 പ്രാവശ്യം ഈ പറഞ്ഞ ഇസ്മുകൾ ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഒരു 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു 7 ദിവസം കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ, സാമ്പത്തിക പ്രയാസം മാറ്റിത്തരട്ടെ, നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. മരണം വരെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും സാമ്പത്തിക പ്രയാസം നൽകാതിരിക്കട്ടെ. അല്ലാഹു രോഗം നൽകാതിരിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒത്തുചേരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.